ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ജേണൽ ചെയ്താലോ? ഞാനാണെങ്കിൽ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യണമെന്നത്. പക്ഷേ എന്ത് ചെയ്തിട്ട് എനിക്ക് പറ്റണില്ലായിരുന്നു. പിന്നെ ഈ ഒരു സെൽഫി സ്റ്റിക്കൊക്കെ വാങ്ങിച്ചതിന് ശേഷമാണ് ഇതുപോലൊരു വീഡിയോ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് വീഡിയോ എടുക്കാറുള്ളത്, പക്ഷെ അത് ഇടാനും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഞാൻ സാധാരണ വീഡിയോ എടുക്കാറാണ് ചെയ്യാറുള്ളത്, കാരണം വീഡിയോ എടുക്കാറില്ല, ചുമ്മാ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എന്തായാലും വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ കുറേ വരച്ച് വെച്ചിട്ടുണ്ട് ജേണൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ചെറിയൊരു പീസ് കീറി എടുത്തിട്ട് ഈ സൈഡിലായിട്ട് ഒട്ടിക്കുക കേട്ടോ. ഞാനങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങളുടെ രീതി എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ എവിടെ നോക്കിയാലും സ്റ്റിക്കർ മേക്കിങ്ങും അങ്ങനത്തെ പരിപാടികളാണ് കേട്ടോ. കൂടുതലും ആസ്തറ്റിക് ആയിട്ടുള്ള ടൈപ്പ് ജേണൽ വർക്ക്സ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനോർത്ത് എന്തുകൊണ്ട് നമുക്കും ചെയ്തോടാ എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ അത് ഒട്ടിച്ച് കൊടുത്തിട്ട് പിന്നെ ഒരു കളർ പേപ്പർ ഒട്ടിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ റിലയൻസിൽ അവിടെ പോയപ്പോൾ വാങ്ങിച്ചോട്ടെ, കോട്ടയം റിലയൻസിൽ. അപ്പോൾ അവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത് ഇങ്ങനെ ഒരു പച്ച കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പച്ച കളർ എടുത്തിട്ട് നല്ലോണം ഒന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് മാത്രം മതി കേട്ടോ, കാരണം ഒരുപാട് ഓവറായി പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇത്തിരി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒട്ടിച്ചിട്ട് നമ്മളത് ആദ്യം വെച്ച് നോക്കിയിട്ട് മാത്രമേ ഗ്ലൂ തേക്കാവുള്ളൂ, അല്ലെങ്കിൽ പിന്നെ അത് കൂടെ അലമ്പാകും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഞാൻ കുറച്ച് ഗ്ലൂ എടുത്തിട്ട് ആക്കിയിട്ടുണ്ട്. ഗ്ലൂ ആണ് എന്നൊന്നും വരുന്നില്ല കേട്ടോ. ഒരുമാതിരി ഞാൻ പിന്നൊക്കെ കുത്തിയിട്ട് ഇളക്കിയാണ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് വരുന്ന കാര്യത്തിൽ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. രണ്ടിലും നല്ലോണം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ അത് ഒട്ടുകയുള്ളൂ. നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ വേണം. ഇത് എന്താ ഭയങ്കര റെയറായിട്ടുള്ള പേപ്പറല്ല, ഒരു പണ്ടത്തെ പേപ്പറൊക്കെ തോന്നിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂവിനകത്ത് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ എംഫോർട്ടൊക്കെ ഒരു ബോട്ടിൽ ആർട്ടൊക്കെ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ചെറുതായിട്ട് ബ്ലൂവിൻ്റെ ഇത് വെള്ളത്തിനകത്ത് കലക്കി പേപ്പറിൽ തേച്ചാൽ മാത്രം മതി കേട്ടോ, നമ്മൾ പെയിൻ്റ് അടിക്കണ പോലെ തന്നെ. അപ്പോൾ അതേപോലെ മാത്രം ചെയ്താൽ മതി. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കോളും നമുക്ക്. ഞാനങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിന് തറയിൽ ഇതുപോലത്തെ ഒരു ഷേപ്പായിരുന്നു. തറയെ വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിലുള്ള ഇതും കൂടെ അതിനകത്തേക്ക് പറ്റി കേട്ടോ. ഒരു ഷേപ്പ് കാണില്ലേ നിങ്ങൾക്ക് അത്. പിന്നെ ഞാനാണെങ്കിൽ പണ്ടെപ്പോഴോ ഒരു 2-3 വർഷമായി കാണും കേട്ടോ ചെയ്തിട്ട്. ഒരു കളർ പേപ്പർ ആട്ടോ, അതിൻ്റെ പീസ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള എല്ലാ പെയിൻറ്റ് വെച്ചിട്ട് ഒരു പേപ്പർ കട്ട് ചെയ്ത് ആക്കിയിട്ടുള്ളതാണ്. പിന്നെ ഇതുപോലെ കുറേ ഡിസൈനുള്ള പേപ്പറും പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ള ബട്ടർഫ്ലൈയുടെയും അതൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ നമുക്കിതെല്ലാം വീട്ടിലുണ്ടാക്കാനാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ആകെക്കൂടെ ഒരു ബട്ടർഫ്ലൈ മാത്രമേ ഞാൻ പുറത്ത് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അതായത് പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് പേപ്പർ വെട്ടിയൊക്കെ ഉണ്ടാക്കാനാണ്. ഈ സ്റ്റിക്കറൊക്കെ ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം ഞാനിതുപോലെ ചൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് അടച്ചു കൊടുത്തു. ആ ബോക്സൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ട്. അത് കട്ടർ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നതെന്ന് തോന്നുന്നു. ഷാർപ്പ്നറെ അല്ല, വേറെ എന്തോ ഒരു വെട്ടിയാണ് എന്തിലാട്ടെ. അപ്പോൾ ഇതുപോലെ ഇതും കട്ട് ചെയ്തെടുക്കും, കാരണം നമുക്ക് 2 പേജിലായിട്ട് ഒട്ടിക്കണ്ടേ. സാധാരണ എല്ലാവരും 1 പേജിലാണ് ചെയ്യുന്നത്. അത് ഒരാളുടെ ഇഷ്ടം. പിന്നെ 2 പേപ്പറിൽ ചെയ്യണത് അതും വേറൊരാളുടെ ഇഷ്ടം. അപ്പോൾ എൻ്റെ ഇഷ്ടം ഇതുപോലെ ചെയ്യാനാണ്, അതുകൊണ്ട് ഞാൻ ഇതുപോലെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരെണ്ണം തന്നെ 2 പേജിലായിട്ട് ഒട്ടിക്കാം, അത് വലിയൊരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജേണലൊക്കെ കാണാൻ വീഡിയോസൊക്കെ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബട്ടർഫ്ലൈ വേണം. ബട്ടർഫ്ലൈ അത് ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഒട്ടിക്കുന്നുണ്ട്. ചിലവരുടെ കയ്യിൽ കാണുന്നുണ്ടാവില്ല, അത് കുഴപ്പമൊന്നുമില്ല. അവിടെ നമ്മുടെ കയ്യിലുള്ളത് വെച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. വേസ്റ്റ് ഐറ്റംസ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്യാം കേട്ടോ. നമുക്കിതെല്ലാം ഉണ്ടാക്കാവുന്നതാണ് സാധാരണ. മടിയുള്ളവരിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. പിന്നെ ഇതുപോലെ ഞാനൊരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിരിക്കുന്നൊരു പോസ്റ്റ് പോലെ ചെയ്തിട്ട് ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോണ്ട് ഞാനത് ഒട്ടിച്ചാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഞാൻ ആമസോണിലും ഓൺലൈനിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര വില കേട്ടോ ഈ സാധനങ്ങൾക്കൊക്കെ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല വില കാണാം കേട്ടോ. പിന്നെ ഇതുപോലെ എൻ്റെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഞാൻ മര്യാദയ്ക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല, എന്നാൽ ഞാൻ ഒരു ഇത് ചെയ്തിട്ടുണ്ട്. ആദ്യം 21 എന്നൊക്കെയാണ് എഴുതാൻ വന്നത്, പിന്നെ തിരിച്ച് മാറ്റി 14/7/2024 എഴുതി കേട്ടോ. എന്ത് പറയാനാണോ. ഓക്കെ, അപ്പോൾ ഇവിടം കൊണ്ട് ഞാൻ എൻ്റെ ജേണൽ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ബൈ.